ഹായ് ഞങ്ങളുടെ സിജുയാണ്. ആറാട്ടണ്ണൻ അല്ലെങ്കിൽ സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കുറേ പേർക്ക് അറിയാനായിട്ട് സാധിക്കും. എനിക്ക് പുള്ളിയെ പേഴ്സണലി അറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യനാണ് പുള്ളി ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും പറ്റിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും പുള്ളി അത് 100% വിശ്വസിക്കും. പക്ഷേ ഈ മനുഷ്യൻ അയാളുടെ ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു ലെക്കും ലെവലും ഇല്ലാതെ എന്തും മണ്ടത്തരങ്ങളും പോഴത്തരങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഒരു തവണയല്ല, പല തവണയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് പറ്റുന്ന ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓരോ സിനിമ കാണുക, ആ സിനിമ കണ്ടിട്ട് അതിനെപ്പറ്റിയുള്ള പുള്ളിയുടെ അഭിപ്രായം പറയുക, നല്ലതോ മോശമോ എന്തോ ആയിക്കോട്ടെ പുള്ളി അത് പറയുക. ഇതാണ് പുള്ളിക്ക് ഏറ്റവും നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും ശരി, എന്തെങ്കിലും വിവരക്കേട് ഒപ്പിച്ചു വെക്കും, പുള്ളി അതേ പിടിച്ച് തൂങ്ങുകയും ചെയ്യും. എനിവേ, പുള്ളി നമുക്ക് അറിയാവുന്നത് പുള്ളിയുടെ ക്രഷുകളാണ്. നിത്യാമേനോനി തുടങ്ങി ഒരുപാട് പ്രണയം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ദിവ്യമായിട്ടുള്ള, ലോകത്തെങ്ങുമില്ലാത്ത വളരെ ദിവ്യമായിട്ടുള്ള പ്രണയങ്ങളാണ്. ആ പ്രണയങ്ങളെ നമുക്ക് വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഓരോ മാസം വന്നിങ്ങനെ ഓരോ സിനിമാ നടിമാരുടെ പേര് പറയുന്നൊക്കെ പറയുമ്പോൾ ഞരമ്പിൻ്റെതല്ലേ ആറാട്ടെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പുള്ളിയെ കളിയാക്കിയാൽ പോലും നമുക്ക് കംപ്ലീറ്റ്ലി അതിനെ എതിർക്കാനൊന്നും പറ്റില്ല. എന്നാലും പുള്ളി ഒരു പുതിയ പുള്ളിയുടെ പ്രേമവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പ്രേമ രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആണ് എന്നൊക്കെ പറയേണ്ടി വരും. ഇപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിനകത്ത് വഴിയിട്ട വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഐ ലവ് മഞ്ജു വാര്യർ ഫ്രം ആറാട്ടണ്ണൻ. അപ്പോൾ ഇത്തവണ നമ്മുടെ മഞ്ജു വാര്യർക്കാണ് പുള്ളി പണി കൊടുക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പുള്ളിയുടെ പ്രേമരോഗം, അങ്ങനെ തന്നെ പറയേണ്ടി വരും, പ്രേമരോഗം മഞ്ജു വാര്യരുടെ അടുത്താണ്. അപ്പോൾ എന്തായാലും പുള്ളി പങ്കുവെക്കുന്ന പ്രണയം തുറന്നു പറയുന്ന ആ വീഡിയോ, അതിൻ്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് പ്ലേ ചെയ്യാം. എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഒരു കോമ്പറ്റബിൾ ആണോ അറിയില്ല. എന്നെക്കാണ്ടും വളരെ ഹൈ പൊസിഷനിലാണ്. ഞാൻ നല്ലൊരു ലൈഫ് പാർട്ണർ ആയിരിക്കും, കാരണം ഞാൻ എല്ലാ ഫ്രീഡം കൊടുക്കും. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ആളെ എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ കോമ്പറ്റബിൾ ആണോ അറിയില്ല. മറ്റാരുമല്ല, മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ്. ഞാൻ പുള്ളിയെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ പുള്ളിക്കാരത്തേക്ക് മഞ്ജു വാര്യറിന് പറ്റുന്നൊരു പാർട്ട്ണറാണോന്ന് അറിയില്ല. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യമാണ്. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ തട്ടത്തിൽ മറയുന്ന സിനിമയുണ്ടല്ലോ, അതിൻ്റെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള നിവിൻ ഇങ്ങനെ നമ്മുടെ നായികയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തുള്ള ഒരു BGM ഉണ്ട്. ആ BGM ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെയൊക്കെ ഒരു ഫീൽ കിട്ടും. ജസ്റ്റ് ഫണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, പുള്ളി നല്ലൊരു ലൈഫ് പാർട്ട്ണർ ആയിരിക്കും, ചേരുമെന്നൊന്നും അറിയില്ല. ആ ഒരു വലിയ ഹൈ പൊസിഷനിലായതുകൊണ്ട് ഞാൻ എല്ലാ ഫ്രീഡവും കൊടുക്കും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാ ഫ്രീഡവും കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല നിങ്ങളുടെ കയ്യിൽ എന്താ വല്ല താക്കോൽ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങളിപ്പോൾ മഞ്ജു വാര്യറെന്നല്ല, നിങ്ങൾ ആരെയാണോ കല്യാണം കഴിക്കുന്നത്, അപ്പോൾ അതൊരു പെൺകുട്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ ആ പെൺകുട്ടിക്ക് നിങ്ങൾ എന്തിനാ ഫ്രീഡം കൊടുക്കുന്നത്? മറ്റേ ജയ ഹേ സിനിമക്കാർ പറയുന്ന പോലെ നിങ്ങളാരാ ഫ്രീഡം കൊടുക്കാൻ? നിങ്ങൾ എന്തിനാ ഫ്രീഡം കൊടുക്കുന്നത്? അതവരെടുത്തോളും, നമ്മൾ കൊടുക്കണ്ട. തിരിച്ച് അവർ നിങ്ങൾക്ക് ഫ്രീഡം തരുമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈ ഫ്രീഡം എന്ന് പറയുന്ന സാധനം, ഇത് കൊടുക്കൽ വാങ്ങലൊന്നും വിവാഹത്തിനകത്ത് എന്തിനാണ്? ഞാൻ ഒരു നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും, ഞാൻ ഫ്രീഡം എല്ലാം കൊടുക്കും. പിന്നെ മഞ്ജു വാര്യർ അവിടെ ഇങ്ങനെ ചേട്ടാ കുറച്ച് ഫ്രീഡം തരുമോ ചേട്ടാ എനിക്ക് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ. അവർക്ക് എന്താ ആവശ്യം? ആ ഒരു പ്രസ്താവന തന്നെ ഭയങ്കര മോശമാണ്. ഞാൻ ഫ്രീഡം കൊടുക്കുന്ന ഒരു ഹസ്ബൻഡാണ്, ഞാൻ ഫ്രീഡം കൊടുക്കുന്ന ഒരു കാമുകനാണ്. അത് അവരുടെ വ്യക്തിത്വമാണ്. അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തുള്ളത്. അല്ലാതെ പുരുഷൻ കൊണ്ടുപോയിട്ട് സ്ത്രീക്ക് ഫ്രീഡം കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാം, ഞാൻ തന്നേക്കാം എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിവേ അത് പോട്ടെ, അതിപ്പോൾ ആറാട്ടണ്ണൻ പുള്ളിയുടെ ഒരു രീതി അനുസരിച്ച് പറഞ്ഞതായിരിക്കാം. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പുള്ളി ഇങ്ങനെ ആഴ്ചയിൽ മാസങ്ങളിൽ ഓരോ ആൾക്കാരെ പറ്റി ഒന്ന് പറയുക, അതെല്ലാം പുള്ളി പറയുന്നതെല്ലാം ഭയങ്കര ദിവ്യമായിട്ടുള്ള പ്രണയങ്ങളാണ്. ഈ പ്രണയങ്ങൾ നടിമാർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ജാടക്കാരും മോശക്കാരും, അവർ ചെയ്തത് ഭയങ്കര തെറ്റ്. പിന്നെ ഈ ആറാട്ടെണ്ണം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങൾ ഓരോ നടിമാരുടെ പേര് ഇങ്ങനെ മാറി പറയുന്ന സമയത്ത് നിങ്ങളെപ്പറ്റി ആൾക്കാർ എന്താ വിചാരിക്കുക? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ ആൾക്കാർ കാണുന്നത് ഒരു കോമാളിയെ പോലെ ആയിരിക്കും. അതായത് നിത്യാമേനോന്റെ കാര്യത്തിൽ കുറേ പറയുന്നു, ഭയങ്കര ദിവ്യമായിട്ടുള്ള പ്രേമമാണ്, അവരെ വിളിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നു, വീട്ടിൽ പോയി കാണുന്നു, അവരുടെ സെറ്റിൽ പോയി കാണുന്നു, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പം മഞ്ജു വാര്യർ നിങ്ങൾ തന്നെ പണ്ടെപ്പോഴോ, ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി തന്നെ പണ്ടെപ്പോഴോ
ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മഞ്ജു വാര്യരുടെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അച്ഛനെ പോയി കണ്ടിരുന്നു, അപ്പോൾ ഇപ്പോൾ വിവാഹം നോക്കുന്നില്ലെന്നാണ് പറഞ്ഞത്, ഇപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പറയാം, പക്ഷേ ഇതിങ്ങനെ ഒരു പ്രഹസനം പോലെ ഇതിങ്ങനെ കൊണ്ടു നടക്കുമ്പോഴത്തേക്കും ആൾക്കാർ നിങ്ങളെ ഒരു കോമാളിയെ പോലെ കാണും, അല്ലെങ്കിൽ നിങ്ങൾ ട്രോൾ മെറ്റീരിയലായിട്ട് സോഷ്യൽ മീഡിയയിൽ മാറും. നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ ആൾക്കാരും ചിരിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഞരമ്പിന്റെ പ്രശ്നം, ഞാൻ ഒരുപാട് കമന്റ് അങ്ങനെ കണ്ടു, ഞരമ്പിന്റെ പ്രശ്നമാണല്ലോ അണ്ണ, എന്താണ് അണ്ണൻ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ, നിങ്ങളെ കളിയാക്കിക്കൊണ്ടാണ് ഭൂരിപക്ഷം ആൾക്കാരും സംസാരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരാളോട് മാത്രമേ നമുക്ക് പ്രണയം തോന്നാൻ വേണ്ടി പാടുള്ളൂ, ക്രഷ് തോന്നാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. 1, 2, 4, 5, 10 പേരോട് നമുക്ക് വേണേൽ പ്രണയം തോന്നാം, ക്രഷ് തോന്നാം, ശരിയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിതൊക്കെ വിളിച്ചു പറയുമ്പോൾ ആൾക്കാർ ഇതെല്ലാം എങ്ങനെ കാണുന്നുണ്ട് എന്നുകൂടെ നമ്മളൊന്ന് ആലോചിക്കണം. ഇന്നൊരാളുടെ പേര് പറയുന്നു, നാളെ മറ്റൊരാളുടെ പേര് പറയുന്നു. അപ്പോൾ നമ്മളൊരു കോമാളിയായി പോവുകയല്ലേ? ആറാട്ടനെ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ പുള്ളിയുടെ ചാനലിനകത്ത് വീഡിയോ ഇടുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഒന്ന് സോർട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലും ബാക്കി കൂടെ ആ പ്രണയത്തിന്റെ ബാക്കി മൂർച്ഛന്യ ഭാവങ്ങൾ കൂടെ നമുക്കൊന്ന് കാണാം. പുള്ളിക്കാർക്ക് ഞാൻ അറിയുകയും ചെയ്യാം, രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ വലിയ ആളായിപ്പോയി. വളരെ ആവശ്യത്തിന് ഭംഗിയുണ്ട്, ആൾ ഇൻ്റലിജൻ്റാണ്, കേപ്പബിളാണ്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വൈരാഗ്യമുണ്ട്. ദിലീപിനോട് ഭയ വൈരാഗ്യമാണ്. എന്തായാലും മഞ്ജുവാരന് അടുത്ത കാലം കല്യാണിക്കാൻ പ്ലാനില്ലാന്ന് ഞാൻ അറിഞ്ഞത്. എന്തെങ്കിലും ഒരിക്കൽ ഒന്നിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നിക്കുക. പക്ഷെ ഞാൻ അവർ കോമ്പറ്റബിൾ ആണെന്ന് അറിയില്ല, അവർ വലിയ പൊസിഷനിലാണ്. എന്നാലും എനിക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷെ അവർ എന്നെപ്പോലെ ഒരാളെ കല്യാണം കഴിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് മഞ്ജു വാര്യർ. ഓക്കെ, എന്തായാലും കൊള്ളാം. പിന്നെ ഇന്നത്തെ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, മഞ്ജു വാര്യർക്ക് ഭയങ്കര പകയാണ്, ദിലീപിനോട് പകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ദിലീപിനോട് മഞ്ജു വാര്യർക്ക് പകയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? അതൊരു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ്, പുള്ളി ഒന്നും അറിയത്തില്ലെങ്കിലും പുള്ളി ഇമാതിരി കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ച് പറയും. ഇപ്പൊ മഞ്ജു വാര്യനെ പറ്റി പറഞ്ഞിട്ട് മഞ്ജു വാര്യർക്ക് ദിലീപിനോട് ഭയങ്കര പകയാണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ എങ്ങനെ അത് അറിഞ്ഞേ പകയാണെന്നുള്ളത്? നിങ്ങളെങ്ങനെ അത് പറയാൻ നിൽക്കുന്നത്? നിങ്ങളുടെ പ്രണയം നിങ്ങൾ പറയുന്നു, അപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ച ആകുമ്പോൾ വേറൊരാളുടെ പേര് പറയും പ്രണയത്തെ പറ്റി. എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ കണ്ട് നമ്മൾ മടുത്തു. ആറാട്ടണ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞ് ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തി എന്നതിനേക്കാൾ കൂടുതലായിട്ട് പല പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന, പല ആക്ട്രസിൻ്റെ പുറകെ നടക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് പുള്ളി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറുന്നത്. അത് പുള്ളി തന്നെ ചിന്തിക്കുന്ന കാര്യമാണ്. ഞാൻ ഇങ്ങനെയാണോ ആകേണ്ടത്, എനിക്കൊരു മാറ്റം വരുത്തണമെന്നുള്ളത് പുള്ളി സ്വയമേ ചിന്തിച്ച് മാറേണ്ട ഒരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി പുള്ളി ഒരു നല്ല മനുഷ്യനായിട്ട്, ഒരു പാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്താണോ പുള്ളിയുടെ ഇഷ്യൂ? ഇതേപോലെ ഇതുവരെ പ്രേമിച്ചിട്ടില്ലാത്തതുകൊണ്ടാണോ പുള്ളി തന്നെ പറയുന്നത് എനിക്ക് ഇതുവരെ പ്രേമം ഉണ്ടായിട്ടില്ല? അത്യാവശ്യം ഏജ് ഉണ്ട് പുള്ളിക്ക്, 36 വയസ്സൊന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഏജിൽ ഇതുവരെ പ്രേമിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം പുള്ളി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ. ഇങ്ങനെയല്ല, ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും കളിയാക്കിക്കൊണ്ടേ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ഒരു മാറ്റം വരുത്തി കുറച്ചുകൂടെയൊക്കെ നമുക്കൊരു കിട്ടുന്നൊരു ഫെയിം, നമ്മൾ വൈറലായിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് പോലെ ഇരിക്കും നമ്മുടെ പിന്നീടുള്ള നമ്മുടെ ലൈഫ്. നമ്മളത് മര്യാദയ്ക്ക് യൂസ് ചെയ്യണം, അല്ലാതെ നമ്മളെ സൊസൈറ്റി വാല്യൂ, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, സൊസൈറ്റി വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളെ കളിയാക്കുന്ന ഒരു സമൂഹമല്ല നമ്മുടെ ചുറ്റിന് വേണ്ടത്. നമ്മളെ ഇഷ്ടത്തോടെ നോക്കുന്ന, നമ്മുടെ അടുത്തേക്ക് വരികയും സംസാരിക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അങ്ങനെ വേണം. നമ്മളെപ്പോഴും സൊസൈറ്റി വാല്യൂവിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാണ്ട് ഫെയിം, നെഗറ്റീവ് ഫെയിമിലൂടെ ആണെങ്കിൽ മാത്രം. ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ ഒരു സുഹൃത്താണ് അലിൻ ജോസ് പെരേര, അങ്ങനെ ഒരു യുവാവ്, എനിക്ക് അവൻ്റെ കൃത്യമായിട്ടുള്ള പേര് അറിയില്ല, പ്രസംഗമാണെന്നൊക്കെയാണ് പറയുന്നത്. അവനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ തന്നെ അല്ലെങ്കിൽ ഇവന് വട്ടാണോ ഭ്രാന്താണോ? അതായത് അത് വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വിവരക്കേടുകൾ മാത്രം ഇങ്ങനെ കാണിച്ചു കൂട്ടുമ്പോൾ പുള്ളിയുടെ അച്ഛൻ ഫാദറും ഇപ്പോൾ വീഡിയോയിലൂടെയൊക്കെ വരുന്നുണ്ട്. ഞാൻ ആരും കളിയാക്കുന്നതല്ല, വ്യക്തിപരമായിട്ട് അത് അധിക്ഷേപിക്കുന്നില്ല. ഇത് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ഭയങ്കര അരോചകമാണ്. അപ്പം ഇങ്ങനെയല്ല, നമ്മുടെ വ്യക്തിത്വം നശിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ആ ഫെയിം ഉണ്ടാക്കിയെടുക്കേണ്ടതും. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മളെങ്ങനെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നു കൂടെ ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇത് ആറാട്ടെണ്ണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കുക, അത് ബെറ്റർ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.